യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല, ഇറ്റലി എന്ന രാജ്യത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ആദ്യം തന്നെ എനിക്കൊരു പ്രഷ്യസ് മൊമെൻ്റായിട്ട് ഫീൽ ചെയ്തത് വേറൊന്നുമല്ല, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് പോപ്പൽ മാസിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അതെനിക്ക് ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യാതെ പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ളൊരു സമ്മാനം പോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് നമുക്കിവിടെ കാണാൻ പറ്റും, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ മാസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോപ്പിൻ്റെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടും കാത്തിരിക്കുന്നത്. സോ അത്രയും ജനങ്ങളിൽ ഒരാളാവാൻ പറ്റിയ ഭാഗ്യം കിട്ടിയല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആയി. അങ്ങനെ മാസെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് എഗെയിൻ പ്രതീക്ഷിക്കാതെ എക്സ്പെക്റ്റ് ചെയ്യാതെ വേറൊരു സർപ്രൈസ് ഇവിടെ കിട്ടിയത്. അത് വേറൊന്നുമല്ല, സാധാരണയായിട്ട് ബുധനാഴ്ചകളിൽ മാത്രം വെനിസ്ഡേസ് മാത്രം ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്ന പോപ്പ് അന്ന് ഇനി എന്നെ കാണാനാണോ എന്ന് എനിക്കറിയില്ല, സൺഡേ ആയിട്ട് നമ്മുടെ ഇടയിലോട്ട് പോപ്പ് ഇറങ്ങി വന്നു. അങ്ങനെ ലിയോ 16 മാർപ്പാപ്പയെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണുവാനും പോപ്പിൻ്റെ ബ്ലെസ്സിങ്സ് സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അങ്ങനെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, ആ ഒരു പ്രഷ്യസ് മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് നേരെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോയി. അത് വേറെ എവിടെയൊന്നുമില്ല, വൺ ഓഫ് ദി വേൾഡ് വണ്ടറിലൊന്നായ കൊളസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഏകദേശം 40-50 AD കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണിത്. അത് നമുക്ക് അറിയാവുന്നതാണ്. സോ അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിൽ ഒന്നായിട്ട് തന്നെയാണ്. അത് നേരിട്ട് കണ്ടപ്പോൾ എനിക്കത് ഒന്നും കൂടി മനസ്സിലായി. അതുപോലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ കാണുവാനും നമ്മുടെ റോമൻ മ്യൂസിയം കയറി എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റി. ആൻഡ് ദെൻ ഇറ്റലിയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇറ്റാലിയൻ പിസ്സ. അത് ട്രൈ ചെയ്തു, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് നൈസായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ റോമൻ ആർക്കിടെക്ചറിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയായ പിസ്സ ടവർ കാണുവാനായിട്ട് പോയി. അവിടെ എക്സ്പ്ലോർ ചെയ്ത് നേരെ പാതുവായിലെ സെയിൻറ്റ് ആൻ്റണീസ് ബസിലിക്ക സന്ദർശിക്കാനായി പോയി. സെയിൻറ്റ് ആൻ്റണിയുടെ അഴുകാത്ത നാവ് കാണാനായി സാധിച്ചു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. ഓഫ് കോഴ്സ് പിന്നെ അവിടുന്ന് നേരെ പോയത് വേറെ എവിടെയല്ല, വെന്നീസിലോട്ടാണ്. അവിടുന്ന് നേരെ പോയി അന്നത്തെ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ രാവിലെ തന്നെ വെനീസ് നഗരം ആസ്വദിച്ച് ഗോണ്ടലയിൽ വെനീസ് നഗരത്തെ ചുറ്റിക്കണ്ടു. അത് മറക്കാൻ പറ്റാത്ത ഒരു യാത്ര തന്നെയായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അടിപൊളിയായിട്ടുള്ളൊരു ജേണി ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ജേണി ആയിരുന്നു. ഫൈനലി അവിടുത്തെ മാർക്കറ്റിലൂടെയൊക്കെ നടന്ന് അവിടെയും കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയി. എനിക്ക് അവിടുന്ന് തന്നെ കുറച്ച് നല്ല നല്ല ആൾക്കാരെ, നല്ല കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയായിരുന്നു. അവരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനിയും എപ്പോഴെങ്കിലും കാണാം എന്നുള്ള എക്സ്പെക്റ്റേഷൻ വെച്ച് ഞാൻ ഹാപ്പി ആയി സന്തോഷത്തോടെ ആ ഒരു യാത്ര ഞാൻ എൻഡ് ചെയ്തു ഗൈസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.